ഈ ക്വസ്റ്റ്യൻ നോക്കാം. If the second term of a GP is 2 and the sum of infinite term is 8, then GP is. അത്ര ടഫൊന്നുമല്ല. സെക്കൻഡ് ടേം ഓഫ് എ GP 2 ആണ്. ആൻഡ് സം ടു ഇൻഫിനിറ്റ് ടേംസ് ഈസ് 8. GP കാണണം. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം അല്ലേ, നമുക്കറിയാം ഒരു GP എങ്ങനെ വരണേന്ന് നമുക്കറിയാം. എന്താണ് ഫസ്റ്റ് ടേം നമ്മൾ A എന്ന് പറയും അല്ലേ. ഒരു GPയുടെ ഇങ്ങനെ കോമറ്റ് എഴുതിയാൽ മതിയല്ലോ അല്ലേ. നമുക്കറിയാം ഒരു GP എങ്ങനെ വരണേന്ന് നമുക്കറിയാം. ഒരു GPയുടെ നമ്മൾ ഫസ്റ്റ് ടേമിന് നമ്മൾ A എന്ന് പറയും. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എയുടെ കൂടെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അടുത്ത ആളെ കിട്ടുന്നത്. R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ആളെ കിട്ടും. ഇതിൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത ആളെ കിട്ടും. ഇങ്ങനെയാണ് ഒരു GP പോണേന്ന് നമുക്കറിയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ AR സെക്കൻഡ് ടേം എന്താണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഈ GPയുടെ സെക്കൻഡ് ടേം എന്താണെന്ന് പറയുന്നുണ്ട്. AR 2 ആണ്. അത് ഇക്വേഷൻ നമ്പർ 1 അങ്ങാനിരിക്കട്ടെ. ഇൻഫിനിറ്റ് GP സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഈസ് 8 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. S ഇൻഫിനിറ്റി എന്താണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇല്ലേ. 8. S ഇൻഫിനിറ്റി കാണാനുള്ള ഫോർമുല A/1 - R ആണ്. അത് 8 ആണെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. 8 ആണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് GP കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. A/1 - R 8 ആണല്ലോ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ A = 8 × 1 - R. ഇത് ഇങ്ങനെ ക്രോസ് ചെയ്തതാ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും. AR = A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 1 - R. എയുടെ വാല്യൂ 8 × 1 - R ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഓപ്ഷൻസ് വെച്ചും ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഓപ്ഷൻസ് വെച്ച് ചെയ്യാം. എന്നാലും ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിരുന്നേര് A = 8 × 1 - R ആണെന്ന് കിട്ടിയാലോ. അത് എവിടെ ഇട്ട് കൊടുക്കുക. അതേ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനില്ലേ AR = 2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. അതിൽ എയുടെ സ്ഥാനത്ത് 8 × 1 - R ഇട്ട് കൊടുക്കാം. ഇവിടെ എയുടെ സ്ഥാനത്ത് 8 × 1 - R. അപ്പോൾ 8 × 1 - R × R ഈസ് ഈക്വൽ ടു 1 - R × R ഈക്വൽ ടു ഈ 8 അങ്ങോട്ട് പോട്ടെ. 8 അങ്ങോട്ട് പോകുമ്പോൾ 1/4 ആവും. 2/8 ആവും. ഇനി ഗസ് ചെയ്ത് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കണം. ഇത് ഗസ് ചെയ്ത് പറ. R ഒരു 1/8 വന്നാൽ ശരിയാണ് അല്ലേ. R 1/8 വന്നാൽ ശരിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടാൽ അറിഞ്ഞൂടെ R-ന് 1/8 കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നുള്ളത്. ഇതൊക്കെ അല്ലേ കറക്റ്റാണ്. കണ്ടാൽ തന്നെ അറിയാം R-ന് 1/8 കൊടുത്താൽ ഇത് ശരിയാവുന്നുണ്ട്. സാറ്റിസ്ഫൈഡ്. R-ന് 1/8 കൊടുത്താൽ ശരിയാവുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് സ്റ്റെപ്പ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. എന്നിട്ട് അത് സോൾവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാമല്ലോ R-ന് 1/8 കൊടുത്താൽ ശരിയാവുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് എഴുതണില്ല. അപ്പോൾ R = 1/8 കിട്ടി. R-ൻ്റെ വാല്യൂ 1/8 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. R-ൻ്റെ വാല്യൂ 1/8 ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ AR = 2. A × 1/2 = 2. R = 1/2 ഇത് എവിടെ കൊടുത്തു. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ A4 കിട്ടും. ഫസ്റ്റ് ടേം 4 ആണ്. നമ്മളെ GP വരുന്നത് ഫസ്റ്റ് ടേം 4. പിന്നെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1/2 2 ആയി. 2 × 1/2 1 ആയി. 1 × 1/2 1/2 ആയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് ഓപ്ഷൻ C ആണ് ആൻസർ. ഓപ്ഷൻ C.